ഓക്കെ, രാജ്യം ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. മേഖലയിൽ കഴിഞ്ഞ 2 തവണയും മികച്ച സർവാധിപത്യം നിലനിർത്തി ഹാട്രിക് വിജയമാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള തങ്ങളുടെ പ്രചാരണം BJP വോട്ടുകളിൽ ഇളക്കം തട്ടിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. 272 എന്ന മാന്ത്രിക സംഖ്യയ്ക്കപ്പുറം 400-ലേറെ സീറ്റുകളാണ് NDAയുടെ ഇത്തവണത്തെ പ്രഖ്യാപിത ലക്ഷ്യം. ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇത്തവണത്തേത് ജീവൻ മരണ പോരാട്ടമാണ്. 40% സീറ്റുകൾ ഉൾക്കൊള്ളുന്ന ഉത്തരേന്ത്യൻ മേഖലയിലെ നേട്ടം ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 11 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ മേഖലയിൽ 218 സീറ്റുകളാണുള്ളത്. ഇതിൽ 7 സംസ്ഥാനങ്ങളിലും 2019 BJP മുഴുവൻ സീറ്റുകളോ മഹാഭൂരിപക്ഷം സീറ്റുകളോ സ്വന്തമാക്കി. പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേകൾ ആ വിജയം BJP ആവർത്തിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ഹരിയാനയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടാലും മറ്റു സംസ്ഥാനങ്ങളിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന നേട്ടമുണ്ടാക്കാമെന്നാണ് BJP വിലയിരുത്തുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ BJPയുടെ അജണ്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ മുന്നണി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് നഷ്ടപ്പെടാൻ മാത്രമാണുള്ളതെന്നാണ് കണക്കുകൂട്ടുന്നത്. തൊഴിലില്ലായ്മ, അഗ്നിപഥ് പദ്ധതി എന്നിവയിലൂടെ ബീഹാർ, ഹരിയാന, UP, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ യുവാക്കൾ BJPയോട് അകന്നെന്ന് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നു. ജാതി സെൻസസ്, മഹാലക്ഷ്മി പദ്ധതി തുടങ്ങിയ പ്രകടന പത്രികാ വാഗ്ദാനങ്ങളിലൂടെ ഏറെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷ പുലർത്തുന്നത്. ഉത്തരേന്ത്യയിലെ അപ്രമാദിത്വം ലോക്സഭയിലേക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വഴി എളുപ്പമാക്കുമെന്നാണ്. ഇത്തവണയും ആധിപത്യം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP പങ്കുവയ്ക്കുമ്പോൾ 295 എന്ന സംഖ്യ ഉയർത്തി BJPയെ അപ്രസക്തമാക്കുമെന്നാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത്. R. അച്യുതൻ, 24, ഡൽഹി.